അഹാനയും സിന്ധുവിന്റെ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും വളരെയധികം സോഷ്യൽ മീഡിയയിൽ തരംഗമായതും നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ആരാധകരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുന്ന പോലെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. കാരണം കൃഷ്ണകുമാർ ഇപ്പോൾ അഹാനയുടെ ഈ വാർത്തയെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്നത് നേരത്തെ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോഴിതാ കൃഷ്ണകുമാർ ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ 30-ാം വയസ്സിലായിരുന്നുവെങ്കിൽ ഇതെന്നെ പറ്റിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേട്ടിരുന്നെങ്കിൽ വീട്ടിൽ കയറി ഞാൻ ചവിട്ടിക്കുട്ടി അടിച്ചേനെ. എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല. എൻ്റെ മകളായതുകൊണ്ട് അവളിത് സഹിച്ചു, അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓരോ ചലനങ്ങളും അവൾക്ക് നന്നായി അറിയാം. അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചില്ല. അമ്മുമ്മയോട് വാക്കുതർക്കം നടത്തി എന്നത് മാത്രമാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ കുട്ടികൾ അത് കേട്ടപ്പോൾ അവർക്ക് വളരെയധികം വിഷമമായിരുന്നു. അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും അവരാരും ഒന്നും പറഞ്ഞില്ല. അമ്മുമ്മയെ കുറച്ചധികം മെസ്സേജുകൾ അയച്ചതിന് ശേഷം അവർ ബ്ലോക്ക് ചെയ്തു. പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നിക്കാണും. ഒരുപക്ഷെ സിന്ധുവിനോട് സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടായിരിക്കാം. സിന്ധുവിനെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ തന്നെ സത്യമാണ്. എൻ്റെ മകളെ അങ്ങനെ പറഞ്ഞതൊന്നും എനിക്ക് കേട്ടുകൊണ്ട് നിൽക്കാനാകില്ല. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ കഴിഞ്ഞ ഒരുപാട് നാളുകളായി, മാസങ്ങൾക്ക് മുൻപ് നടന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ വീണ്ടും കുത്തിവലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഹാനയ്ക്ക് അത് പറയേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതാണ് അമ്മുവിനോട് ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കരുതെന്ന്. എൻ്റെ മക്കളെ പറഞ്ഞാൽ എനിക്ക് കേട്ടുകൊണ്ടും സഹിച്ചുകൊണ്ടും നിൽക്കാനാകില്ല. അതൊരു സത്യം തന്നെയാണ്. അവരോട് ഞാൻ ഒന്നും അടിച്ചമർത്താൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രതികരിക്കുമ്പോൾ സൂക്ഷിച്ച് പ്രതികരിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. 30 വയസ്സിലായിരുന്നുവെങ്കിൽ ഞാൻ കയറി ചവിട്ടി ചുരുട്ടിയേനെ. മകളെ പിന്തുണച്ച് കൃഷ്ണകുമാർ എത്തുമ്പോൾ ഇത്തരം വാർത്തകളാണ് സംസാരിക്കുന്നത്. പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുമുണ്ട്. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഭാര്യ സിന്ധു കൃഷ്ണയും മകൾ അഹാന കൃഷ്ണകുമാറും ഉയർന്ന ആരോപണത്തെക്കുറിച്ച് പ്രതികരണവുമായിട്ട് തന്നെയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാർ എത്തുന്നത്. ഭാര്യയുടെ അമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയായ പശ്ചാത്തലത്തിലാണ് കൃഷ്ണകുമാർ മൗനം വെടിഞ്ഞ് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ 30 വയസ്സിലായിരുന്നുവെങ്കിൽ വീട്ടിൽ കയറി ചവിട്ടി ചുരുട്ടി കൂട്ടിയേനെ. എന്റെ മോൾ ഇത്രയും ചെയ്തുള്ളൂ. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാനല്ല ഞാൻ അവളെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് നമ്മൾ കൂടുതൽ ശക്തരാക്കും. നമ്മൾ നേരിടണം, ചിന്തിച്ച് പെരുമാറണം. അതാണ് ഞാൻ അവളോട് എപ്പോഴും പറയുന്നത്. വിശ്വസിക്കുന്ന ഒരാളാണ് അത്തരത്തിൽ ഞാൻ. ആരോപണങ്ങൾ വ്യക്തിത്വം ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ സമ്മാനമാണെന്ന് നടിയായ ശ്രീവിദ്യയുടെ വാക്കുകൾ തന്റെ കരുത്താണ് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ഒരു വാക്കിനെ കുറിച്ച് സംസാരിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.